Hey everyone, this is Aparna. Welcome to my YouTube channel. Hi. So, അപ്പം തമ്മിലിൽ നിന്ന് മനസ്സിലായി കാണും ഇത് എന്ത് വീഡിയോ ആണ്. ദിസ് ഇസ് ലൈക്ക് എ വാട്ട്സ് ഇൻ മൈ ബാഗ് വീഡിയോ. അപ്പോൾ ഞാൻ ലാസ്റ്റ് അമ്മയായിട്ട് സംസാരിച്ചപ്പോൾ അമ്മ എന്നോട് ചോദിച്ചു, നീ എന്താ നെക്സ്റ്റ് വീഡിയോ ചെയ്യണമെന്ന് പ്ലാൻ ചെയ്തോ, എന്താന്ന് തീരുമാനിച്ചോന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ വാട്ട്സ് ഇൻ മൈ ബാഗ് ചെയ്യാം എന്ന് ആലോചിക്കാൻ. അമ്മ പറഞ്ഞു, ഞാൻ മാക്സിമം എൻ്റെ റൂം ഫുൾ കുത്തി കയറ്റിക്കൊണ്ടാണ് നടക്കാറ് എന്ന് പറയാൻ പറഞ്ഞു. സോ ദാറ്റ്സ് ലൈക്ക് എ ഡിസ്ക്ലെയിമർ. അത്രയും സാധനങ്ങൾ ഞാൻ ഇതിനകത്ത് ക്യാരി ചെയ്യാറുണ്ട്. എനിക്ക് പറ്റുന്നത്രയും സാധനങ്ങൾ ഞാൻ ഇതിനകത്ത് കൊണ്ടു നടക്കാറുണ്ട്. എൻ്റെ ബാഗ് ക്യാരിയിലും ആക്സിഡൻ്റലി ക്യാരി ആണെങ്കിൽ ചോദിക്കുന്നത് എന്ത് വെയിറ്റ് അതിൻ്റെ അകത്ത് എന്താ കൊണ്ടു നടക്കണമെന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ ഞാനൊരു ഡിസ്ക്ലെയിമർ പോലെ പറഞ്ഞതാണ്. ദെൻ ഇതാണ് എൻ്റെ ബാഗ്. ഇത് ഞാൻ ഓഫീസിൽ കൊണ്ടുപോകുന്ന ബാഗല്ല, യൂഷ്വലി അല്ലാണ്ട് പുറത്തൊക്കെ പോകുമ്പോൾ കൊണ്ടുപോകുന്ന ബാഗാണ്. ദിസ് വാസ് ഫ്രം H&M. ഒരു 6-7 months ആയി വാങ്ങിയിട്ട്. ഞാൻ എപ്പോഴും എനിക്ക് ബാഗ്സ് ഭയങ്കര ഇഷ്ടമാണ്, പക്ഷെ ഞാൻ എപ്പോഴും ഇങ്ങനെ ബാഗ് മാറ്റി മാറ്റി അങ്ങനെ കൊണ്ടു നടക്കുന്ന പേഴ്സൺ അല്ല. കാരണം ഇങ്ങനെ എല്ലാ ദിവസവും ഇത് മൊത്തം എടുത്ത് രാവിലെ റഷിൽ അടുത്ത ബാഗിലേക്ക് മാറ്റുന്ന പാടാണല്ലോ. അപ്പം അങ്ങനെ എപ്പോഴും മാറ്റാറില്ല. ഒരു മന്ത്ലി ഒക്കെ അടുത്ത ബാഗ് എടുക്കും, അങ്ങനെയൊക്കെ ചെയ്യാറ്. സോ എന്തൊക്കെയാണ് ബാഗിലുള്ളതെന്ന് ഞാൻ പറയാം. ഫസ്റ്റ് ഈ ബാഗ് ഇങ്ങനെ ഓപ്പൺ ആണ്, ഇതിന് സിബില്ല. അപ്പോൾ ഞാൻ കുറേ വീഡിയോസിലൊക്കെ കണ്ടിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഞാനൊരു ബാഗ് ഓർഗനൈസ്ഡ് വാങ്ങി വെച്ചു. അപ്പോൾ അതിൻ്റെ അകത്ത് കുറേ കമ്പാർട്ട്മെൻറ്റ്സ് ഉണ്ട്, അപ്പോൾ അതിലേക്ക് സെപ്പറേറ്റ് ചെയ്തിടാം. പക്ഷെ ഇതിങ്ങനെ ടോട്ടലി ലോക്ക് ചെയ്യാനൊരു സിബൊന്നുമില്ല. ഫസ്റ്റ് ഇവിടെ ഒരു ക്ലച്ച് ഉണ്ട്. ഇത് ഞാനങ്ങനെ യൂസ് ചെയ്യാറില്ല, ബിക്കോസ് ഇതിൻ്റെ മുടിയിലിരിക്കില്ല. പക്ഷേ എനിക്കിത് കാണാൻ ഭയങ്കര ഇഷ്ടമുണ്ട്. ഞാൻ എല്ലാ ബാഗിലും മാറ്റി മാറ്റി വെക്കും. ഇതെനിക്ക് ഓർമ്മയുള്ളൂ, കാരണം യൂസൊന്നും ഇല്ലല്ലോ, ഇങ്ങനെ ചുമ്മാ വെക്കാനില്ല. അപ്പം അത് ഞാൻ ഇങ്ങനെ കൊണ്ടു നടക്കും. പിന്നെ ദർ ഈസ് മൈ ചാർജർ. ഇത് ഒരിടയ്ക്ക് ഭയങ്കര ട്രെൻഡ് അല്ലായിരുന്നു, മറ്റേ കിൻഡർ ജോയിൻ്റെ കൂടി ഈ സാധനം കിട്ടുന്നത്. അപ്പം ഞാൻ വെറുതെ ഒരു കിൻഡർ ജോയ് വാങ്ങിയപ്പോൾ കറക്റ്റ് എനിക്കത് കിട്ടി. ഇത് ആക്ച്വലി എന്താണെന്ന് പോലും എനിക്ക് വലിയ ധാരണയില്ല, ബട്ട് എനിക്കിത് കിട്ടി. അപ്പം ഞാനിത് ഇതിൻ്റെ അകത്ത് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. സോ ദാറ്റ് ഈസ് മൈ ചാർജർ. പിന്നെ ദെൻ എൻ്റെ വാലറ്റ് ഉണ്ട്. ഇത് ഞാൻ ജോലി കിട്ടിക്കഴിഞ്ഞ് ഫസ്റ്റ് എന്തോ ആ സമയത്ത് വാങ്ങിയത്. അതിന് മുന്നേ എനിക്ക് വാലറ്റിൻ്റെ ഇപ്പോഴും വലിയ ആവശ്യമൊന്നുമില്ല, ബട്ട് അപ്പോൾ വാങ്ങിയതാണ്. ഞാൻ മുന്നേ ഒക്കെ ലോങ് വാലറ്റ്സ് ആയിരുന്നു കൊണ്ടു നടക്കുന്നത്, പക്ഷെ അതിങ്ങനെ കുഞ്ഞ് ക്ലച്ച് ബാഗിലൊക്കെ കൊണ്ടു നടക്കാൻ ഭയങ്കര പാടല്ലേ. അപ്പം ഞാൻ കുറച്ചുകൂടെ കോമ്പാക്റ്റ് ആവാൻ വേണ്ടിയിട്ട് ഇത് വാങ്ങി. ഇതിൽ എൻ്റെ കാർഡ്സൊക്കെ ഉണ്ട്, പിന്നെ കുറച്ച് കോയിൻസ് അമ്പലത്തിലൊക്കെ പോയാൽ യൂസ് ചെയ്യും. പൈസ ഉണ്ട്, എന്തോ 200 rupees ഉണ്ട്. പിന്നെ ഇവിടെ അമ്മുമ്മ ഹരി ഒക്കെ ഉണ്ട്. അങ്ങനെ ഇതാണ് എൻ്റെ വാലറ്റ്. പിന്നെ ഒരു ബുക്കുണ്ട് എന്തെങ്കിലുമൊക്കെ നോട്ട് ചെയ്യാനും അങ്ങനത്തെ കാര്യങ്ങൾക്ക്. ദെൻ ഇത് ഒരു ബുക്കുണ്ട്, ദിസ് ഈസ് ദ വെജിറ്റേറിയൻ. ഇത് ആക്ച്വലി ഞാനങ്ങനെ ഒരു ഭയങ്കര റീഡർ അല്ല, പക്ഷെ എനിക്കിത് സ്റ്റാർട്ട് ചെയ്യണം എന്നുണ്ട്. ഒട്ടും വായിക്കില്ല എന്നല്ല, പക്ഷെ ഞാനങ്ങനെ ഭയങ്കര എന്നും വായിക്കുന്ന ഒരു പേഴ്സൺ അല്ല, പക്ഷെ എനിക്ക് ആ ഹാബിറ്റ് ഡെവലപ്പ് ചെയ്യണം എന്നുണ്ട്. അപ്പം ഞാൻ ലാസ്റ്റ് ടൈം ഞങ്ങൾ ക്രോസ് വേർഡ്സിൽ പോയപ്പോൾ എടുത്തതാണിത്. ഈ ബുക്ക് ആക്ച്വലി എനിക്ക് ഹരീൻ്റെ അച്ഛനാണ് റെക്കമെൻഡ് ചെയ്തത്. അച്ഛൻ ഭയങ്കര അടിപൊളിയായിട്ട് വായിക്കുന്ന ഒരു എവിഡ് റീഡറാണ്. അപ്പം അച്ഛനാണ് ഈ ബുക്ക് വായിച്ചു നോക്കുമെന്ന് പറഞ്ഞത്. അപ്പം ഞാൻ സ്റ്റാർട്ട് ചെയ്തു, കുറച്ചായിട്ടുള്ളൂ. ഞാൻ ലാസ്റ്റ് വീക്ക് എന്തോ ബുക്ക് വായിച്ചത്, ഇവിടെ വരെ എത്തിയിട്ടുള്ളൂ. ഇത് മറ്റേ മാഗ്നറ്റിക് ബുക്ക് മാർക്കാണ്. ഇത് മാഗ്നറ്റ് പോലെയാണ്, യു ഫെൽ അസ്ലീപ് ഹിയർ അങ്ങനെ എഴുതിയേക്കുന്നത്. ഇത് ഞാൻ കുറേ നാളെ വാങ്ങിയിട്ട്, എനിക്ക് തോന്നുന്നു ഒരു കല്യാണത്തിനൊക്കെ മുന്നേ 3-4 years ആയി. അപ്പോൾ ഇതിങ്ങനെ ഇവിടെ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. പിന്നെ ഇത് അനോട്ടേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതൊക്കെ വാങ്ങി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെന്താ എൻ്റെ പെർഫ്യൂം ഉണ്ട്. ഞാൻ ഏത് പെർഫ്യൂമാണ് യൂസ് ചെയ്യുന്നത് അതിൻ്റെ ഒരു മിനി ഉണ്ടാവുമല്ലോ, അപ്പം ഞാൻ ആ പെർഫ്യൂം എടുത്ത് എപ്പോഴും ബാഗിലിടും. എനിക്ക് ഐ ലൈക്ക് ടു സ്മെൽ ഗുഡ് ആൻഡ് ഐ ഓൾസോ ലൈക്ക് പീപ്പിൾ ഹു ആർ സ്മെല്ലിങ് ഗുഡ്. അപ്പം ഞാൻ എപ്പോൾ എവിടെ പോയാലും ഞാൻ പെർഫ്യൂം ക്യാരി ചെയ്യും. ഇതെനിക്ക് ഞങ്ങളുടെ ഫ്രണ്ട്സ് ഉണ്ട്, സഞ്ജയ് ആൻഡ് സ്വാതി, അവർ തന്നതിൻ്റെ മിനി പെർഫ്യൂമാണ്. ദിസ് ഈസ് മുഗ്ലറിൻ്റെ ഏഞ്ചൽ, അതാണ് പെർഫ്യൂം. ദെൻ കുറേ സാധനങ്ങളുണ്ട്. ഞാനിങ്ങനെ നോക്കുകയാണ് ഇതിൻ്റെ അകത്ത് ആദ്യമേ എടുക്കാൻ പറ്റുന്ന കുറച്ച് നോർമലായിട്ട് തോന്നുന്ന സാധനങ്ങൾ വേണ്ട ആദ്യം എടുക്കാൻ. അപ്പോൾ അത് നോക്കുകയാണ്. ഓക്കെ, ഇത് ബിസ്ക്കറ്റ്. ഞാൻ ചില ദിവസങ്ങളിലൊന്നും ചിലപ്പോൾ ഒന്നും എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെയൊന്നും കഴിച്ചിട്ട് പോകാൻ ചിലപ്പോൾ സമയം കിട്ടില്ല. അപ്പം എപ്പോഴും ഇത് ഹരിയുടെ ഒരു പരിപാടിയാണ്. ഹരിയാണ് എപ്പോഴും
ഇത് വാങ്ങി റീസ്റ്റോക്ക് ചെയ്ത് എൻ്റെ ബാഗിലിടുന്നത്. കുക്ക് ചെയ്യാൻ അറിയില്ല ഇതെങ്കിലും. സോ ഐ ഹാവ് ടു അപ്രീഷിയേറ്റ്. ഇത് എപ്പോൾ എൻ്റെ ബാഗിലുണ്ടാവും, അവൻ എപ്പോഴും വാങ്ങിയിട്ടുണ്ടാവും. ഇത് ബോബോൺ ആണ്. ഞാൻ അങ്ങനെ ഒരു ബിസ്ക്കറ്റ് പേഴ്സൺ അല്ല, എനിക്ക് ഒട്ടും ഇഷ്ടമല്ല ബിസ്ക്കറ്റ്. പക്ഷേ ദിസ് ഇസ് ഓൺലി ബിസ്ക്കറ്റ് ഐ ലവ്, ബോബോൺ. അത് ഭയങ്കര പർട്ടിക്കുലർ ആണ്. ബ്രിട്ടാനിയൻ്റെ തന്നെ ബോബോൺ എനിക്ക് വേണം. നമ്മളിങ്ങനെ ആരുടെയും അടുത്ത് ബോബോൺ ഇഷ്ടമെന്നൊക്കെ പറയുമ്പോൾ അവർ വേറെ ബ്രാൻഡിൻ്റെ ഒക്കെ ബോബോൺ ഉണ്ടല്ലോ, ഇപ്പം ഹൈഡ് ആൻഡ് സീക്ക് അങ്ങനെ, അത് കൊള്ളില്ല എന്നല്ല, എനിക്കിഷ്ടമില്ല. അപ്പോൾ അത് കൊണ്ട് തരുമ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുകയായിരിക്കും ബോബോൺ ബ്രിട്ടാനിയൻ്റെ. അപ്പോൾ അവർ വേറെ ബോബോൺ ആയിരിക്കും ഇഷ്ടം. അത് എനിക്ക് ഭയങ്കര ടേസ്റ്റ് ഡിഫറൻസ് ആണ്. എനിക്ക് ഇത് തന്നെ ഇഷ്ടം. ഇത് ഭയങ്കര മിനിയാണ്, ഭയങ്കര കോമ്പാക്റ്റ് ആണ്. ഇത് ഞാൻ എപ്പോഴും എൻ്റെ ബാഗിലുണ്ടാവും. ദെൻ ദർ ഈസ് റോൾ ഓൺ. ഇത് കെമിസ്റ്റ് അറ്റ് പ്ലേൻ്റെ ഒരു റോൾ ഓൺ ഉണ്ടാവും, ടു സ്മെൽ ഗുഡ്. ദെൻ ഞാൻ എന്തെടുക്കും, നോർമലായിട്ട് ഓക്കെ, ഇത് കുട ഉണ്ടാവും. ഇത് മഴയാണെങ്കിലും വെയിലാണെങ്കിലും എപ്പോഴും കുട ഉണ്ടാവും. ആക്ച്വലി കുട എനിക്ക് ഇഷ്ടമല്ല, ബിക്കോസ് ബ്ലാക്ക് ഭയങ്കര ഓർഡിനറി ആണ്, എനിക്കിഷ്ടമില്ല കുട. പക്ഷെ ഇത് എപ്പോഴോ ഭയങ്കര അർജൻറ്റ് ആയിരുന്നപ്പോൾ വാങ്ങിയത്. ഇതിന് മുന്നേ ഉണ്ടായിരുന്ന കുട ഉണ്ടായിരുന്നു, പക്ഷെ അത് ഈ ലൈറ്റ് കളേഴ്സ് ആകുമ്പോൾ കുട പെട്ടെന്ന് പോവുമല്ലോ, അപ്പം ഐ സ്വിച്ച് ടു ദിസ്. അപ്പോൾ കുട എപ്പോൾ ഉണ്ടാവും. ദെൻ ഇതൊരു പ്ലാസ്റ്റിക് കവറാണ്. ഈ മഴ നനഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുട അതേപടി ബാഗിൽ വെക്കാൻ പറ്റില്ലല്ലോ, അപ്പോൾ ഇതിലിട്ടിട്ടാണ് ഞാൻ എപ്പോഴും കുട വെക്കാറ്. ദെൻ ദർ ഈസ് മൈ വാട്ടർ ബോട്ടിൽ. ഇത് ചെറുതാണ്, ഭയങ്കര ബിഗ് ക്യാരി ചെയ്യാൻ ഭയങ്കര ഹെവി ആവും വെള്ളം കൂടെ ഇടുമ്പോഴത്തേക്കും. അതുകൊണ്ട് വാട്ടർ ബോട്ടിൽ ഉണ്ടാവും എപ്പോൾ. ദെൻ പെന്നുണ്ട്. ഇത് പെൻറ്റോണിക്. ഇതെൻ്റെ ഫേവറേറ്റ് പെന്നാണ്. ഇതായിരുന്നു കോളേജിൽ എപ്പോഴും യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം ഞാൻ പറഞ്ഞു, ഇത് ആർക്കെങ്കിലുമൊക്കെ നമ്മൾ പാസ് ചെയ്യുമല്ലോ പെൻ യൂസ് ചെയ്യാനൊക്കെ, അങ്ങനെ കൊടുത്ത് എല്ലാവരെയും ഭയങ്കര ഫേവറേറ്റ് ആയിരുന്നു. കുറേ പേര് പോയി വാങ്ങിയിട്ടുണ്ട്. ഇത് ഞങ്ങളെപ്പോഴും ഇവിടെ സ്കൂൾ മാർട്ടെന്നോ ലുലുന്നോ ഒക്കെ വാങ്ങുന്നത്. പക്ഷെ ഇപ്പം ഇത് കാണാറില്ല, ഈ ടിക് ടിക് ആ സാധനം. സോ ഇത് പെൻ. ദെൻ ഹാൻഡ് ക്രീം. ഇത് എപ്പോൾ യൂസ് ചെയ്യും ഞാൻ. എനിക്ക് മോയ്സ്ചറൈസ്ഡ് ആയിട്ട് കൈ ഇരിക്കുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ്. കൈ എപ്പോൾ ഇങ്ങനെ ഡ്രൈ ആവുമെന്ന് പറ്റില്ല. ബേസിക്കലി ഞാൻ ഭയങ്കര ഫാനാണ് മോയ്സ്ചറൈസേഴ്സിൻ്റെ. അപ്പം ഹാൻഡ് ക്രീം. ഇത് നൈക്കിൻ്റെ പിയോണി ആൻഡ് വൈറ്റ് ലില്ലി. ദെൻ ടിഷ്യൂസ്. ദിസ് ഇസ് സംതിങ് ദാറ്റ് ഐ കനോട്ട് ലീവ് വിതൗട്ട്. എനിക്കിതൊട്ടും ഇല്ലാണ്ട് പറ്റില്ല. ഞാൻ ഇപ്പോൾ വീട്ടിലാണെങ്കിലും ഇവിടെ ഫുൾ ടിഷ്യൂസ് ആയിരിക്കും, എല്ലാ ടൈപ്പ് ടിഷ്യൂസ്. കിച്ചണിലാണെങ്കിലും എപ്പം ടിഷ്യൂ യൂസ് ചെയ്യും. ടിഷ്യൂ ഇല്ലാണ്ട് പുറത്ത് പോയാൽ എൻ്റെ ഡേ കുറച്ച് ബാഡ് മൂഡിലേക്ക് പോകും ഞാൻ. കാരണം എനിക്ക് അത്രയും ഞാൻ യൂസ് ചെയ്യുന്ന സാധനമാണ്. ഇതെപ്പം കുറേ വാങ്ങിയിടും. ഇപ്പം ആരെങ്കിലും ചോദിച്ചാലും എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ടിഷ്യൂ ഉണ്ടോയെന്നൊക്കെ മിക്കപ്പോഴും ആരെങ്കിലും ചോദിക്കാറുണ്ട്. സോ ടിഷ്യൂസ്. ദെൻ എന്താ കാണിക്കാം, ഓക്കെ. ഇത് ഡ്രസ് ടേപ്പാണ്. ഇത് അങ്ങനെയല്ലേ പറയാം, ഐ തിങ്ക് സോ. ഡ്രസ് ടേപ്പാണ്. ഇങ്ങനെ നമുക്ക് എന്തെങ്കിലും കുറച്ച് ഡീപ്പ് നെക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ ടേപ്പ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ഹെൽപ്ഫുൾ ആവാറുണ്ട് സാരി അങ്ങനെയൊക്കെ ഇടുമ്പോൾ. ഇതും എപ്പോഴും കാണും. ഇതൊരു ബിഗ് പാക്കറ്റ്. ഇതേപോലത്തെ കുറേ പാക്കറ്റ്സ് ഉണ്ടാവും. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു പാക്കറ്റ് ക്യാരി ചെയ്യും. ദെൻ ദർ ഈസ് മൈ സാനിറ്ററി നാപ്കിൻ. പിന്നെ ലൈനർ ഉണ്ടാവും. ദെൻ ചോക്ലേറ്റ്. ഇതും ഞാൻ അത്ര സ്വീറ്റ് പേഴ്സൺ അല്ല. ഇതും ഞാൻ കഴിക്കുന്ന ഒരു ചോക്ലേറ്റ് ആണ്. എനിക്ക് ഡയറി മിൽക്കിൻ്റെ ഭയങ്കര ഫാനാണ് ഞാൻ. എനിക്ക് അത് പ്ലെയിൻ, ഒന്നും ക്രഞ്ചി അല്ലെങ്കിൽ അതിൻ്റെ ഡിഫറെൻറ്റ് വേരിയൻസ് ഉണ്ടല്ലോ, അതൊന്നും എനിക്കിഷ്ടമല്ല. പ്ലെയിൻ പ്യുവർ ആയിട്ടുള്ള പഴയ ഡയറി മിൽക്ക് ചോക്ലേറ്റ് മാത്രമുള്ള ആ മിൽക്ക് ചോക്ലേറ്റ്, എനിക്കതാണ് ഇഷ്ടം. പിന്നെന്താ, മിൻറ്റ് ഉണ്ടാവും. ഇതെനിക്ക് വേണ്ടിയിട്ടല്ല, ഞാൻ മിൻറ്റ് യൂസ് ചെയ്യുന്ന പേഴ്സണേ അല്ല. പക്ഷെ ഹരി എപ്പോഴും ചോദിക്കും. ഹരി എപ്പോഴും മിൻറ്റും ചൂയിങ്ഗംസും ഒക്കെ ഒത്തിരി യൂസ് ചെയ്യും. അപ്പം അവൻ കൂടെ ഉണ്ടെങ്കിൽ എപ്പോഴും മിൻറ്റ് ഉണ്ടോ എന്ന് ചോദിക്കും. അപ്പം അവന് വേണ്ടിയിട്ടാണ് ഞാൻ ക്യാരി ചെയ്യുന്നത്. ഇതിൻ്റെ ടേസ്റ്റ് പോലും എനിക്ക് ആക്ച്വലി അറിയില്ല, ഞാനത് യൂസ് ചെയ്യാറില്ല. ദെൻ മോയ്സ്ചറൈസർ ഉണ്ട്. ഇത് പിന്നെ സൺസ്ക്രീനും ഉണ്ട്. ഇത് എമലിൻ്റെ ആണ് മോയ്സ്ചറൈസർ. സൺസ്ക്രീൻ മറ്റേ ബ്യൂട്ടി ഓഫ് ജോസൺ അതാണ്. ഇത് ഞാൻ ഭയങ്കര അഡിക്ഷൻ ഉള്ള സാധനമാണ് എനിക്ക് ഈ പെർട്ടിക്കുലർ മോയ്സ്ചറൈസർ. ഞാൻ കുറേ യൂസ് ചെയ്തിട്ടുണ്ട്, പക്ഷെ എനിക്ക് ഇതാണ് ഏറ്റവും ഇഷ്ടം. എനിക്ക് മോയ്സ്ചറൈസ്ഡ് ആയിട്ട് വെള്ളം പോലെ ഇരിക്കുന്ന എനിക്കിഷ്ടം, ബോഡിയും ഫേസും ഒക്കെ. ഇത് അതിന് പറ്റിയ സാധനമാണ്. ഞാൻ എപ്പോഴും സൺസ്ക്രീനും, ആക്ച്വലി എൻ്റെ കയ്യിൽ ഫേസ് വാഷും ഉണ്ടായിരുന്നു, പക്ഷെ അത് ഞാൻ
എവിടെ യൂസ് ചെയ്തിട്ട് വെച്ചിട്ട് പോകുന്നു തോന്നുന്നു. അപ്പം ഇത് മോയ്സ്ചറൈസറും സൺസ്ക്രീനും ഞാൻ ബാഗിലേക്ക് സെപ്പറേറ്റ് ഒരു മിനി വേർഷൻ എപ്പോഴും ക്യാരി ചെയ്യും. കാരണം ഞാൻ വീട്ടിൽ യൂസ് ചെയ്യാൻ എടുത്താൽ പിന്നെ ഞാൻ ബാഗിലേക്ക് ഇടാൻ മറന്നു, അപ്പോൾ പിന്നെ ആവശ്യം വരുമ്പോൾ കാണൂല. അതുകൊണ്ട് ഞാൻ ഇത് രണ്ടും ക്യാരി ചെയ്യും. ദെൻ ഇനി എന്താ കാണിക്കുക, ഇത് കുറച്ച് ഡിഫറെൻറ്റ് സാധനമായിരിക്കും. നല്ല കണ്ടിട്ടില്ലാത്ത സാധനം എന്നല്ല, ബാഗിൽ ഇങ്ങനെ ഉണ്ടാവില്ല. ഇത് നെയിൽ പോളിഷ് റിമൂവറാണ്. ഞാൻ ആക്ച്വലി ഇങ്ങനത്തെ നെയിൽ പോളിഷ് റിമൂവറിൻ്റെ ഫാൻ അല്ല. പക്ഷേ നമ്മൾ കുറച്ച് ന്യൂഡായിട്ടുള്ള നെയിൽ പോളിഷ് ഒക്കെ ഇട്ട് കഴിയുമ്പോൾ ഫുഡ് കഴിച്ച് കഴിയുമ്പോഴത്തേക്കും അത് യെല്ലോ ടിൻ്റ് ആവുമല്ലോ. അപ്പോൾ അത് കളയാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് ഇതിലേക്ക് ഇങ്ങനെ ഇട്ട് ജസ്റ്റ് ഒന്ന് റൊട്ടേറ്റ് ചെയ്തെടുത്താൽ ആ യെല്ലോ ടിൻ്റ് പോകും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ക്യാരി ചെയ്യുന്നതാണ്. അല്ലെങ്കിൽ നോർമൽ റിമൂവറാണ് ഞാൻ യൂസ് ചെയ്യുക. ദെൻ പിന്നെ എൻ്റെ മരുന്നുകളെല്ലാം ഉണ്ട്. ഞാൻ കുറച്ച് രോഗിയാണ്, കുറേ മരുന്നുണ്ട് എനിക്ക്. എല്ലാ അസുഖവും ഞാനിവിടെ പറയുന്നില്ല. ഫസ്റ്റ് അലർജി ഉണ്ട് എനിക്ക്. ഞാൻ ഡസ്റ്റും തണുപ്പും ഒക്കെ എനിക്ക് അലർജി. അപ്പം ഇത് ഞാൻ കുറേ ഇയേഴ്സായിട്ട് യൂസ് ചെയ്യുന്ന ഒരു നേച്ചർ സ്പ്രേ ആണ്. ഇത് എല്ലാ ദിവസവും യൂസ് ചെയ്യേണ്ട, ആദ്യമൊക്കെ വേണമായിരുന്നു. അല്ല, അതൊക്കെ ഞാനിപ്പോൾ എന്തിനാണ് പറയുന്നത്. ഇത് അതാണ് നേച്ചർ സ്പ്രേ. ദെൻ തലവേദനയ്ക്ക് ആക്സ് ഓയിൽ, പിന്നെ പാരസെറ്റമോൾ. ഇത് ഞാൻ യൂസ് ചെയ്യാറില്ല, പക്ഷെ എന്തെങ്കിലും പെട്ടെന്ന് ആർക്കെങ്കിലും ഒക്കെ ആവശ്യം വന്നാലോ എന്ന് ഓർത്ത് ഇതിൻ്റെ അകത്തുള്ള മൊത്തം സാധനങ്ങളുടെ മെജോറിറ്റി സാധനങ്ങളുടെ ഫ്രണ്ടിൽ ജസ്റ്റ് ഇൻ കേസ് എന്നുള്ളൊരു ഫ്രേസ് ആഡ് ചെയ്യാം. കാരണം ഞാൻ എല്ലാം അങ്ങനെ ഉദ്ദേശിച്ചിട്ടാണ് ക്യാരി ചെയ്യുന്നത്. എന്തെങ്കിലും ജസ്റ്റ് ഇൻ കേസ് എന്ന് പറഞ്ഞിട്ട് എല്ലാം എടുത്തിടുന്നത്. അപ്പം പക്ഷെ എനിക്ക് എപ്പോഴും യൂസ്ഫുൾ ആവാറുണ്ട് കേട്ടോ മെഡിസിൻ. പിന്നെ പ്ലാസ്റ്റേഴ്സ്, അറിയില്ല, ഇതൊന്നും യൂസ് ചെയ്തിട്ടില്ല, പക്ഷെ ഇതൊക്കെ കാണും. പിന്നെ കുറച്ച് വെറൈറ്റി സാധനങ്ങളൊക്കെ ഉണ്ട്. ഇത് സോപ്പാണ്. ഐ ഡോണ്ട് നോ ഇഫ് മെനി ഓഫ് യു നോ അബൌട്ട് ദിസ്. ഇത് ഞാൻ കുറേ നാൾ മുന്നേ വാങ്ങിയത്, ഇത്ര യൂസ് ചെയ്തിട്ടുള്ളൂ. ഇതെന്ന് വെച്ചാൽ ഇത് ജസ്റ്റ് ഡിസോൾവബിളാണ്. അപ്പം നമുക്കിങ്ങനെ ഹാൻഡ് വാഷ് ഒന്നും ഇല്ലാത്ത സ്ഥലത്ത് പോയാൽ നമുക്ക് ഹാൻഡൊക്കെ വാഷ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇത് ഒരെണ്ണം എടുത്തിട്ട് വാട്ടറായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് അത് സോപ്പായിട്ട് വരും. അപ്പം ഇതങ്ങനെ യൂസ് ചെയ്യുന്ന കൊള്ളില്ല എന്ന് ഞാൻ എവിടെയോ കണ്ടിരുന്നു. ബട്ട് ഐ ഡോണ്ട് യൂസ് ഇറ്റ് മച്ച്, അതുകൊണ്ട് അങ്ങനെ പ്രശ്നം ഉണ്ടാവില്ല. ദെൻ സാനിറ്റൈസർ എപ്പോൾ ഉണ്ടാവും. ദെൻ ഇനി കുറച്ച് ക്ലീനിങ് സാധനങ്ങളുടെ ഹോൾ പോലെ ചിലപ്പോൾ തോന്നിയേക്കും, കുറേ സാധനങ്ങളുണ്ട്. ഇത് ടോയ്ലറ്റ് സീറ്റ്, ജസ്റ്റ് ഇൻ കേസ് പബ്ലിക് ടോയ്ലറ്റ്സ് യൂസ് ചെയ്യേണ്ട വന്നാലോ ഓർത്തിട്ട്. ദെൻ ടൂത്ത് പിക്ക് ഉണ്ട്. ഇതെനിക്ക് തോന്നുന്നു ഞാൻ എവിടെ നിന്നോ കിട്ടിയപ്പം എടുത്തിട്ടതാന്ന് തോന്നുന്നു. ദെൻ പിന്നെന്താ നോക്കട്ടെ, പിന്നെ സോക്സ് ഉണ്ടാവും എപ്പോൾ എൻ്റെ കയ്യിൽ. എനിക്ക് ഭയങ്കര തണുക്കും, എവിടെ പോയാലും കുറച്ച് കഴിയുമ്പോൾ എനിക്ക് തണുക്കും. ഈവൻ കാറിലിരുന്നാലും ഞാൻ കംഫർട്ടബിൾ ആയിട്ടുള്ള ആൾക്കാർ കൂടെയാണ് ഇപ്പം പറയും AC കുറയ്ക്കാവോ, അങ്ങനെ ഇപ്പം ചോദിച്ചുകൊണ്ടിരിക്കും. അപ്പം എനിക്ക് കാലാണ് പെട്ടെന്ന് തണുക്കുന്നത്. അപ്പം ഞാൻ എപ്പോൾ സോക്സ് ക്യാരി ചെയ്യില്ല, എനിക്ക് തീരെ പറ്റില്ല. എൻ്റെ മൂഡേ ഡിസ്ട്രോയിഡ് ആവും, കാലുവേദന അങ്ങനെ പ്രശ്നങ്ങളൊക്കെ വരും. അപ്പം ഞാൻ തിയേറ്ററിൽ പോവുകയാണെങ്കിൽ കുറേ സാധനങ്ങൾ കാണും, ഷോളും സ്വെറ്ററും എല്ലാം എടുത്തിടും. അപ്പോൾ പക്ഷെ സോക്സ് ഞാൻ എപ്പോൾ ക്യാരി ചെയ്യും. എനിക്ക് തണുപ്പ് ഭയങ്കര പ്രശ്നമാണ്, എനിക്ക് ആ പോകുന്ന സ്ഥലമേ എൻജോയ് ചെയ്യാൻ പറ്റൂല. ദെൻ കുറേ ഹെയർ ടൈസ് ഉണ്ട്, കുറേ ഉണ്ട്. സ്ക്രഞ്ചീസ്, ക്ലച്ച്, കുറേ ഹെയർ ടൈസ് ഉണ്ടാവും. ദെൻ ഇത് സെയിൻറ്റ് ആൻ്റണി അതിൻ്റെ ഒരു പ്രെയറാണ്. ഇവിടെ കലൂർ പള്ളിയിൽ നമ്മൾ ഇടയ്ക്ക് പോകും, എനിക്ക് ഭയങ്കര ഇഷ്ടം അവിടെ പോകാൻ. അപ്പോൾ ഇത് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അമ്മ തന്നെയാണ്, ബാഗിൽ എപ്പോഴും കീപ്പ് ചെയ്തു എന്ന് പറഞ്ഞിട്ട്. സോ സിൻസ് തന്നെ ഞാൻ എപ്പോഴും ഇത് ബാഗിൽ കൊണ്ടു നടക്കും, എനിക്ക് അമ്മ തന്നതാണ്. ദെൻ മിറർ. ഈ മിറർ കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കര എസ്തെറ്റിക് മിറർ. ദെൻ ഏതോ എക്സിബിഷന് എവിടെയോ കൊച്ചി തന്നെ എവിടെയോ പോയപ്പോൾ വാങ്ങിയതാണ്. ദെൻ ലിപ് ബാം, കോംബ്, ലിപ്സ്റ്റിക്. എപ്പോഴും ഈ ലിപ്സ്റ്റിക് എൻ്റെ കയ്യിലുണ്ടാവും. ഇത് പ്ലമ്മിൻ്റെ അപ്സൈഡ് ബ്രൗൺ എന്ന് പറഞ്ഞിട്ടൊരു ലിപ്സ്റ്റിക്കാണ്. എപ്പോൾ ചുമ്മാ പുറത്തൊക്കെ പോകുമ്പോൾ എപ്പോൾ യൂസ് ചെയ്യും. പിന്നെ ഏതാണോ അപ്പോൾ യൂസ് ചെയ്യുന്ന ലിപ്സ്റ്റിക് അതും എടുത്തിടും. ഇത് ഞാൻ ലാസ്റ്റ് ടൈം ഇട്ടതാണ്, മാക്കിൻ്റെ വേളാണെന്ന് തോന്നുന്നു, സോറി മാക്കിൻ്റെ ടോപ്പാണ്. ദെൻ പൊട്ടുണ്ടാവും. പൊട്ട് നമ്മൾ ഇട്ടിട്ട് എവിടെയെങ്കിലും പോകണമെങ്കിൽ കുറച്ച് കഴിയുമ്പം പോവുമല്ലോ, അപ്പം അതുകൊണ്ട്. പിന്നെ സേഫ്റ്റി പിൻസ്, ഇതും എപ്പോഴും യൂസ് ചെയ്യും. ദെൻ
ഇതൊരു സെറ്റ് കമ്മലാണ്. എന്ന് വെച്ചാൽ ഇപ്പോൾ വലിയ ഹാങ്ങിങ് ഒക്കെ ഇടുന്നെങ്കിൽ കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഫോട്ടോ ഒക്കെ എടുത്ത് കഴിയുമ്പോഴത്തേക്കും എനിക്ക് പിന്നെ ഭയങ്കര ഹെവി ആയിട്ട് ഫീൽ ചെയ്യും. അപ്പം ഞാനിത് മാറ്റാൻ വേണ്ടിയിട്ട് ഈ ഒരു ചുമ്മാ ഒരു നോർമൽ കമ്മല, അത് ഞാൻ എപ്പോഴും ഇതിനകത്ത് ഇട്ടേക്കും. ദെൻ ബാൻഡ് ഉണ്ടാവും. പിന്നെന്താ, കഴിഞ്ഞു നോക്കട്ടെ. സിസേഴ്സ് ഉണ്ടാവും. ഇത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കറിയില്ല. ഞാൻ എവിടെയൊക്കെയോ പോയപ്പോൾ എനിക്ക് സിസേഴ്സ് ഉണ്ടായിരുന്നെങ്കിൽ എന്ന് എപ്പോഴൊക്കെയോ തോന്നിയിട്ടുണ്ട്. അപ്പം ജസ്റ്റ് ഇൻ കേസ് ആണല്ലോ, അങ്ങോട്ട് ഞാൻ പിന്നെ സിസേഴ്സും യൂസ് കൊണ്ടു നടക്കാറുണ്ട്. പിന്നെ എൻ്റെ കീസ് എൻ്റെ കയ്യിലും ഹരിൻ്റെ കയ്യിലും കാണും. ഇത് നമ്മൾ കീസ് എപ്പോഴും വാങ്ങുന്ന മിനിസോ എന്നാണ്. മിനിസോയ്ക്ക് ഭയങ്കര ക്യൂട്ടായിട്ടുള്ള കീ ചെയിൻസ് ഒക്കെ ഉണ്ടാവും. ഇങ്ങനെ ഇങ്ങനെ കയറിപ്പോവും, എല്ലാത്തിനും എന്തെങ്കിലും ഉണ്ടാവും. സോ ഇത് ഹരി വാങ്ങി തന്നെയാണ്. സോ ഐ തിങ്ക് ദാറ്റ്സ് ഇറ്റ്. എല്ലാം കഴിഞ്ഞു തോന്നുന്നു. 1 സെക്കൻഡ്. എല്ലാം കഴിഞ്ഞു തോന്നുന്നു. അപ്പം അതായിരുന്നു എൻ്റെ ബാഗിലുള്ള സാധനങ്ങൾ. എനിക്കറിയില്ല ഇതൊക്കെ എല്ലാവരും ക്യാരി ചെയ്യുന്നതാണോ, കോമൺ ആണോ, അങ്ങനെയൊന്നും എനിക്കറിയില്ല. എന്തെങ്കിലും അൺകോമൺ സാധനങ്ങൾ കണ്ട പറയണം, എന്തെങ്കിലും അങ്ങനെ ഉണ്ടായിരുന്നോ എന്ന്. അപ്പോൾ ബേസിക്കലി ദാറ്റ്സ് ഇറ്റ്. ഇതാണ് വാട്ട്സ് ഇൻ മൈ ബാഗ് വീഡിയോ. ബാഗും ഇതിൻ്റെ അകത്തെ മെജോറിറ്റി സാധനങ്ങൾ ഹരി വാങ്ങി തന്നതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്താൽ നെക്സ്റ്റ് ടൈം ഞാൻ വാങ്ങിയ സാധനങ്ങളും ബാഗും ഒക്കെ കാണിച്ചു തരും. സോ ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു ഫോർ വാച്ചിങ്. അറിയില്ല ഇത് എത്ര ഇൻഫോർമേറ്റീവ് ആയിരുന്നോ എന്നൊന്നും. ഇൻഫോർമേറ്റീവ് അല്ല, കണ്ടിരിക്കാൻ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് അറിയില്ല. സോ ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ, ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. സോ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.